ഇവിടെ എത്തിയിട്ടുള്ള എല്ലാ സഹാക്കളും സ്നേഹമെന്ന് നന്ദി. എനിക്ക് എഴുതാനും വായിക്കാനൊന്നും അറിയില്ല. ഞാൻ കുറെ കാലങ്ങൾ മുന്നേ ഈ പാർട്ടിയിൽ കൂടെ നടന്നിട്ട് പാർട്ടി പ്രവർത്തക നടത്തിയതാണ്. അപ്പൊ അത് കാരണം നമ്മളെ സർക്കാർ വരുമ്പോ എല്ലാ കാര്യങ്ങളും പാവപ്പെട്ട ജനങ്ങൾക്ക് ഓരോ കാര്യങ്ങൾ ചെയ്തു തന്നത് നന്ദിയുണ്ടെങ്കിൽ ഇപ്പൊ നമ്മളെ കൂടെ നിൽക്കുന്ന പ്രേമചന്ദ്രൻ എന്ന് പറഞ്ഞ സ്ഥാനാർത്ഥിയെ ഒരു പിന്നെ അതുപോലെ ചുറ്റിയ നക്ഷത്രത്തിൽ എല്ലാവരും വോട്ട് ചെയ്യിച്ച് അവരെ വിജയിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇനിയും നമുക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ അവര് നമ്മളെ കൂടെ നിന്നിട്ട് ചെയ്തു തരുമെന്ന് എന്റെ മനസ്സിൽ ഉറച്ച വിശ്വാസമുണ്ട്. അതേപോലെ പണ്ട് കാലത്ത് നമുക്ക് പെൻഷനില്ല, അരിയില്ല, കഞ്ഞില്ല. ഇപ്പൊ ആരാ പട്ടിണി കിടക്കുന്നത്? ഇപ്പൊ എവിടെയെങ്കിലും ആരും പട്ടിണി കിടക്കുന്നുണ്ടോ? ഇപ്പൊ നമുക്ക് അല്ല തിന്നാൻ പറ്റുന്ന കാലങ്ങളാണ് ഇപ്പൊ ഉള്ളത്. അപ്പൊ അതുകൊണ്ട് ആ കാര്യങ്ങള് നമ്മൾ മാത്രം ചെയ്തിട്ടല്ല കിട്ടുന്നത്. നമ്മളെ ഇടതുപക്ഷ സർക്കാർ വരുന്ന സമയത്തില് എല്ലാ കാര്യങ്ങളും നമുക്ക് വേണ്ടിട്ട് അവര് ചെയ്ത് തരുന്നത് കൊണ്ടാണ് നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് തന്നെ കൊണ്ടാണ് ഇപ്പൊ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ നടപ്പിലായിപ്പോ പരിപാടിക്കല്ല അതൊക്കെ ചെയ്ത് പെൻഷൻ ഇപ്പൊ പറഞ്ഞതല്ലോ. പെൻഷൻ പറഞ്ഞതും ഞങ്ങൾ ആ പെൻഷന് വേണ്ടിട്ടൊക്കെ കർഷകരുടെ തിരുവനന്തപുരത്തേക്ക് സമാധാനം പോയതാ. പണ്ട് 45 രൂപ ചന്ദനെ കൂടി കാണാതെ വാങ്ങി തരും. കാണാതെ വാങ്ങാൻ സമയത്ത് ഞങ്ങളെ കർഷകരുടെ നേതൃത്വത്തില് അന്നേരൊക്കെ ആ രാജാക്കന്മാർ ഇപ്പൊ ഇല്ല. ആ രാജാക്കന്മാരൊക്കെ ഇപ്പൊ വയസ്സായത് കൊണ്ട് വീട്ടിലിരിക്കുന്ന മരിക്കുന്നവര് മരിച്ചു. ഞങ്ങൾ എല്ലാവരും കൂടി അവിടെ സമരത്തിന് പോയതാ സെക്രട്ടേറിയറ്റിലേക്ക്. കർണാടക സർക്കാർ ഭരിക്കുമ്പോ അതങ്ങനെ നമ്മളെ സർക്കാർ വന്നതിന് ശേഷം നമുക്ക് ഈ പെൻഷനും ഇപ്പൊ 2000 രൂപ ഓരോ വീട്ടിലേക്ക് കൊടുക്കുന്നത് കൊണ്ടും എന്തു ആശ്വാസം നമ്മളെ പോലത്തെ വയസ്സായാലും ഇപ്പൊ വയസ്സവർക്ക് പണ്ടൊക്കെ വയസ്സായാലും മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ഇപ്പോഴെന്താ കെട്ടിയ മരിച്ചു പോയവർക്കും കെട്ടിയ ഇട്ടിട്ട് പോയവർക്കും എല്ലാ ചെറുപ്പക്കാർക്കും പെൻഷൻ കൊടുക്കുന്നുണ്ട്. അതൊക്കെ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാരും നമ്മളെ അറിവാൾ കിട്ടിയാൽ നിന്നിട്ടുള്ള സ്ഥാനാർത്ഥിമാരോട് എല്ലാരും വിജയിപ്പിക്കണമെന്ന് മാത്രം ഞാൻ പറയുന്നുള്ളൂ. അപ്പൊ ഞങ്ങൾക്ക് എനിക്കിത് നിങ്ങളെ പോലെ ഇപ്പോൾ ഈ മക്കളൊക്കെ എഴുതാൻ വായിക്കാൻ പറയുന്നില്ല. ഞാൻ പഠിച്ചിട്ടില്ല, എന്നെ ഞാൻ എഴുതാൻ വായിക്കാൻ അറിയില്ല. അപ്പൊ ഞാൻ എല്ലാരും പറയുന്നുണ്ട് നീയൊക്കെ പിന്നെ എത്ര കാലമായി പാട്ടിന് നടക്കുന്നത്, നീ എന്തിനാ പിന്നെ ഇങ്ങനെ നടക്കുന്നത്, എനിക്ക് ഒരു സാധനം കണ്ടാൽ പോലെ. എനിക്ക് എഴുതാൻ വായിക്കാൻ അറിയില്ല. പിന്നെ ഞാനൊരു സാധനത്തിൽ പോയിട്ട് ഞാൻ എന്താ ചെയ്യുന്നത്?